നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പേപ്പർ ക്രാഫ്റ്റാണ്. സൺഫ്ലവർ യെല്ലോ പേപ്പർ എടുത്ത് ഇത് ഈ വിശറിയുടെ ഷേപ്പിൽ സ്ക്വയർ പേപ്പർ ഷീറ്റ് പേപ്പർ എടുക്കുക. അത് വിശറിയുടെ മോഡലിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ രണ്ടറ്റവും തമ്മിൽ സ്റ്റിക്ക് ചെയ്യണം. ഗമ്മ് തേച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ചെയ്യുക. അത് കഴിഞ്ഞ് ഇതുപോലെ 4 പീസ് ആണ് എടുക്കേണ്ടത്. 4 പീസ് പേപ്പർ എടുത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ 4 പീസ് പേപ്പറും ഇതുപോലെ പരസ്പരം സ്റ്റിക്ക് ചെയ്യുക. അതിനു മുന്നേ ഈ പേപ്പറിൻ്റെ അറ്റത്തെ ഭാഗം ഷേപ്പ് ചെയ്യണം. സൺഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ ആ ഒരു ഭാഗം വീഡിയോയിൽ കാണുന്നത് പോലെ ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് 4 പാർട്സും ഗമ്മ് തേച്ച് സ്റ്റിക്ക് ചെയ്യണം. ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഫൈനലി ഫ്ലവറിൻ്റെ ഷേപ്പ് ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെൻറ്റർ നമ്മളൊരു സ്മൈലി ചെയ്യണം. 2 സൈഡും അപ്പുറവും ഇപ്പുറവും ഓരോ സ്മൈലി ചെയ്യണം. അതിന് ഒരു സ്മൈലി പേപ്പറിൽ ഒരു സ്മൈലി വരച്ച് കട്ട് ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് ഗ്രീൻ കളറിലെ പേപ്പറാണ്. ഗ്രീൻ കളർ പേപ്പറിൽ തണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ചെറിയ കമ്പിയോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ പേപ്പറിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ചുരുട്ടിയെടുക്കുക. ആ ചുരുട്ടിയെടുത്ത സ്റ്റിക്കാണ് ഇതിൽ തണ്ടായിട്ട് വയ്ക്കുന്നത്. അതിൻ്റെ അറ്റത്ത് ഗമ്മ് തേച്ച് ആ ഫ്ലവറിൽ ഫിക്സ് ചെയ്യണം. ഇതേപോലെ ഗമ്മ് തേച്ചിട്ട് ഫ്ലവറിലേക്ക് ഫിക്സ് ചെയ്യുക. ഇനി വേണ്ടത് ലീഫാണ്. ഗ്രീൻ കളറിൽ തന്നെ ചെറിയ സ്ക്വയർ പേപ്പർ എടുക്കുക. 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കത്രിക ഉപയോഗിച്ച് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് അതും ആ സ്റ്റെമ്മിൽ